സമ്പൂർണ്ണ അവഗണന, അതാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സംഭവിച്ചത്. അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? എയിംസ് ഉറപ്പെന്നായിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും പ്രതീക്ഷ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആദ്യമായി ഒരു സീറ്റ് ജയിച്ച് അക്കൗണ്ട് തുറന്നതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കേരളത്തിലെ BJP നേതൃത്വവും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? 2 കേന്ദ്രമന്ത്രിമാരെയും കിട്ടി. അത് വേറൊരു ആശ്വാസം. ബജറ്റ് പുറത്തു വന്നപ്പോൾ BJPക്കാണ് പണി പാളിയത്. എയിംസ് ഇല്ലെങ്കിൽ പോട്ടെ, എടുത്തു പറയാൻ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. അതിനാൽ BJP അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്ന പ്രചാരണമാണ് LDFും UDFും നടത്തുന്നത്. ജലസേചനം, ജലസേചനം, ജനസേവനം, ജനസേവനം. ശരിയാണോ? അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പ്രതിരോധിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ BJP നേതൃത്വം. മോദി ഗ്യാരണ്ടിയുടെ പേരിൽ പ്രചാരണ കാലത്ത് വാചാലരായ BJP നേതാക്കൾ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥയിലായി. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. അതിനാൽ എയിംസ് കിട്ടുമെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയമാണ്. ബജറ്റിൽ എയിംസ് കഴിഞ്ഞ തവണയും വന്ന ബജറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനൊന്നും ഇല്ലേ? എടുത്തോണ്ട് പോക്കോ. എല്ലാം ബജറ്റിലാണ് പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നില്ല. അത് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നതാണ്. ആണോ? ഇത് സത്യം, ശിവം, സുന്ദര. എയിംസിന്റെ എന്താ പറഞ്ഞ കോഴിക്കോട് ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നത് എന്താ പറഞ്ഞു? വരും, വന്നിരിക്കും. മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. പുതിയ പദ്ധതികളില്ല. നിലവിലുള്ള പദ്ധതികൾക്ക് ഇതര സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലെയോ അതിൽ കുറവോ പങ്കു മാത്രമാണ്. സന്തോഷായി, നല്ല സന്തോഷായി. ആർക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ. കഴിഞ്ഞ തവണത്തേക്കാൾ വകയിരുത്തൽ കൂടിയെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് BJP നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുവാളെടുക്കേണ്ട ലക്ഷണം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.